ഇന്നത്തെ നമ്മളുടെ ഐറ്റം ഉണ്ടല്ലോ, എന്നെ പോലെ മടിച്ചുകളായിട്ടുള്ള ആൾക്കാർക്കും അടുക്കളയിൽ കയറിയാൽ പെട്ടെന്ന് തന്നെ ജോലി തീർത്ത് ഇറങ്ങി വരണം എന്നുള്ളവർക്കും പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നവർക്കും അതേപോലെ ബാച്ചിലേഴ്സിനും കുബൂസും ചപ്പാത്തിയും ഒക്കെ കൂട്ടി തട്ടാൻ പറ്റിയൊരു ഐറ്റം. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ പാനിലെ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചൂടാക്കിയിട്ട് ചെറിയ ക്യൂബാക്കി കട്ട് ചെയ്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം നേരം വഴറ്റി കൊടുക്കണം. ഇനി ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകിൻ്റെ പൊടിയോടെ ചേർത്തിട്ട് പിന്നെ ഒന്നേരം മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് പേസ്റ്റ് ആക്കിയിട്ടില്ല, ചതച്ചെടുത്ത ഒരു വലിയ തക്കാളി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഈ തക്കാളിയൊക്കെ ഒന്നങ്ങോട്ട് ചൂടായി വരുന്ന സമയത്ത് ഒരു 1/4 കപ്പ് നല്ല വെട്ടി തിളച്ച വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഒന്നും കൂടെ നേരം മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഈ കിഴങ്ങ് നല്ലോണം അങ്ങോട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഈ കിഴങ്ങ് വേവണേൻ്റെ ഒപ്പം തന്നെ ആ വെള്ളം അങ്ങോട്ട് വറ്റി വരണേ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ 3 മുട്ട ചേർത്ത് കൊടുക്കുക. ഇത് പിന്നെ അങ്ങനെ ഒരുപാട് എരിവുള്ള സാധനമൊന്നും അല്ല. അപ്പോൾ ഇങ്ങനെ കടിക്കുമ്പോൾ ആ ഒരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2-3 പച്ചമുളകും കുറച്ച് മല്ലിയിലയോടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ആ ഒരു കിഴങ്ങിൻ്റെ മേലെ മുട്ട വന്ന രീതിയിൽ തട്ടി പൊത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് പിന്നെ ഈ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഈ മുട്ട അങ്ങോട്ട് വേവിച്ച് കൊടുത്താൽ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കിഴങ്ങ് വെന്ത് കഴിയുമ്പോണ്ടല്ലോ ആ കിഴങ്ങിൽ ഉപ്പുണ്ടോയെന്നൊന്നും നോക്കണം കേട്ടോ. ഞാൻ നോക്കിയില്ല, അതുകൊണ്ട് തന്നെ എനിക്കൊരു ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു. ഞാനുണ്ടല്ലോ നമ്മളുടെ ഗോതമ്പിൻ്റെ കുബൂസിൻ്റെ കൂടെയാട്ടോ ഇത് കഴിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ ഹെൽത്തി കുബൂസിൻ്റെ കൂടെ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും അങ്ങോട്ട് വിചാരിച്ച്.